എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഹെന്ന സ്റ്റെൻസിൽ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കാൻ നോക്കാം. നമ്മൾ മുന്നേയും ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളാണ് ആദ്യമായിട്ട് യൂട്യൂബിൽ തന്നെ ഇങ്ങനെ ഒരു ഐഡിയ ചെയ്തത്. വർഷങ്ങൾക്ക് മുന്നത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇപ്പം മിക്ക എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അന്ന് പക്ഷേ ഞാൻ സ്റ്റിക്കർ പേപ്പർ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതില്ലാത്തവർക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്ന് കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മളുടെ സ്റ്റിക്കേഴ്സിൻ്റെയൊക്കെ ബാക്കിലുണ്ടാവുന്ന ഒരു പേപ്പറാണ്. ഇപ്പോൾ വാൾപേപ്പറൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലുണ്ടാവുന്ന ആ ഒരു പേപ്പറില്ലേ, അതാണ്. അതില്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ എടുത്താലും മതി. ഇനി ആ ഒരു പേപ്പറിൽ നിന്ന് നമ്മളൊരു കുഞ്ഞി പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം കൈയുടെ അളവ് വരുന്ന അത്രയുമുള്ളൊരു പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി അതിൻ്റെ മേലെ മാസ്കിംഗ് ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വീതിയുള്ള മാസ്കിംഗ് ടേപ്പ് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് 2 എണ്ണം വെച്ചിട്ട് തന്നെ ഒരു പേപ്പർ കവർ ചെയ്യാൻ പറ്റും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഹോം മെയ്ഡായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കുന്നത് നമുക്ക് പുറത്തുനിന്ന് അത് മേടിക്കാൻ കിട്ടാത്തതുകൊണ്ട് മാത്രമല്ല, നമുക്കത് ചിലർക്കത് സ്വയം ഉണ്ടാക്കാൻ ഇഷ്ടമുണ്ടാവും, ചിലർക്ക് ആ പുറത്തുനിന്ന് മേടിക്കുന്നത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം മിക്കവാറും ഞാൻ എന്ത് ഹോം മെയ്ഡ് ഐറ്റം ചെയ്താലും എനിക്ക് വരുന്നൊരു കമൻറ്റാണ്, ഇതൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെടുന്ന എന്തിനാ, പുറത്തുനിന്ന് മേടിക്കാമല്ലോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ പറ്റുന്നവർ ഇങ്ങനത്തെ വീഡിയോസ് നോക്കണ്ട. കാരണം ഇതിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ ഇത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതാണെന്നുള്ളത്. അപ്പോൾ പിന്നെയും വന്നിട്ട് അങ്ങനെ ഒരു കമൻറ്റ് ഇടേണ്ട കാര്യമില്ല. ആവശ്യമുള്ളവർ കാണുക, ആവശ്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഇഷ്ടമുള്ളൊരു ഡിസൈൻ ഇതിൻ്റെ മേലെ വരയ്ക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഹെന്ന സ്റ്റെൻസിൽ എന്നൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഡിസൈൻസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് വരച്ചെടുക്കുക. പിന്നെ മുന്നേ വന്നിട്ടുള്ള ഒരു കമൻറ്റാണ്, ഇതിൽ വരയ്ക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നമുക്ക് കയ്യിൽ തന്നെ വരച്ചാൽ പോരെ എന്നുള്ളത്. ഇതിനും എനിക്ക് പറയാനുള്ളത്, നമുക്ക് ചിലർക്ക് കയ്യിൽ വരയ്ക്കുമ്പോൾ ആ ഒരു വഴങ്ങുന്നുണ്ടാവില്ല, പക്ഷെ നമുക്ക് പേപ്പറിൽ വരയ്ക്കാൻ ഈസി ആയിരിക്കും. പേപ്പറിലാകുമ്പോൾ നമുക്ക് ട്രേസ് ചെയ്യാം, അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ അതിനാണ് ഈ ഒരു സ്റ്റെൻസിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനും ഏതിനും നെഗറ്റീവ് കാണാതെ അതിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈനാണ് ഇതിൽ കോപ്പി ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കി വരയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസൈനിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡിസൈൻ കുറച്ച് വലിപ്പം കൂടിയിട്ടുണ്ട്. ഇത് ഒരു കയ്യിലാണ് അവരത് വരച്ചെടുക്കുന്നത്, പക്ഷേ എനിക്ക് ഒരു ഡിസൈൻ തന്നെ കൈപ്പത്തിയിൽ ഫുള്ളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇതനുസരിച്ച് ആവശ്യത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം, ചെറുതാക്കിയിട്ടൊക്കെ വരച്ചെടുക്കാം. പെൻസിൽ കൊണ്ട് വരച്ചതിന് ശേഷം കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇത് മാർക്കർ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൂടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സെല്ലോ ടേപ്പാണ് എടുക്കുന്നത്. സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഡിസൈൻ മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സ്റ്റെൻസിൽ ഒരു 2 തവണയെങ്കിലും റീയൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലത്തെ ഹെന്ന സ്റ്റെൻസിൽ ഉണ്ടാക്കുന്ന വീഡിയോസ് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു 5 മെത്തേഡോളം കാണിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഇവിടെ മേലെ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ 2 സെല്ലോ ടേപ്പും ജോയിൻ ആവുന്ന അവിടെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ആ മിഡിലിൽ ഒരു സെല്ലോ ടേപ്പും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മളുടെ ഡിസൈൻ ഇപ്പം ഈ ഒരു മാസ്കിംഗ് ടേപ്പിൽ നിന്ന് പുറത്തേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ ആ ഒരു പോർഷൻ മാത്രം ഇളകി പോവാതിരിക്കാനാണ് നമ്മൾ സെല്ലോ ടേപ്പ് ഇങ്ങനെയും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു നീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് എക്സ്ട്രാ വരുന്ന സെല്ലോ ടേപ്പ് മാസ്കിംഗ് ടേപ്പും ഒക്കെ കട്ട് ചെയ്ത് മാറ്റുക. സ്റ്റിക്കർ പേപ്പറും വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഡിസൈൻ ഒന്ന് കാർവ് ചെയ്തെടുക്കണം. അപ്പോൾ കട്ടർ എടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഈ ഒരു ഡിസൈൻ്റെ മേലെ കൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു പോർഷൻ മാത്രം ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് മൊത്തമായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഈ ഒറ്റ ഡിസൈൻ തന്നെ നമുക്ക് കയ്യിൽ ഫുള്ളായിട്ട് വരുന്ന രീതിയിലാണ് ഞാനിപ്പം ആ ഒരു സൈസിലാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 2 സ്റ്റെൻസിലാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് വർക്കിംഗ് ആണോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഡിസൈൻ നമ്മൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സ്റ്റിക്കർ പേപ്പർ ബാക്കിൽ നിന്ന് ഇതുപോലെ ഇളക്കി മാറ്റുക. എന്നിട്ട് നമുക്ക് കയ്യിൽ ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ ഇവിടെയാണ് ഒട്ടിക്കുന്നതെങ്കിലും പിന്നെ നമ്മൾ മാറ്റിയിട്ട് കൈയിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഹെന്ന എടുത്തിട്ട് ഇതിൻ്റെ മേലെ മൊത്തമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈവൺ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ആ ഹെന്ന കുറച്ചൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ മേ ബി ഒരു ഹാഫ് ആൻ അവർക്ക് കഴിയുമ്പോൾ നമുക്ക് ഈ സ്റ്റെൻസിൽ ഇളക്കി മാറ്റാം. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസൈൻ അവിടെ കയ്യിൽ വന്നിട്ടുണ്ടാവും. പിന്നെ സാധാരണ മൈലാഞ്ചി വെക്കുന്ന പോലെ വെച്ചാൽ മതിയാവും. അപ്പോൾ ഇത് കുറച്ച് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി മാറ്റാം. ഇപ്പോൾ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് റീയൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റെൻസിൽ ഇളക്കി മാറ്റിയില്ലേ, അപ്പോൾ കുറച്ച് ഹെന്ന അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ഒരു വെറ്റ് ടിഷ്യൂ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു 2 തവണയൊക്കെ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ഹെന്ന അധികം ഡ്രൈ ആവാതെ ഇരിക്കുന്നെങ്കിൽ വൈപ്പ് ചെയ്തെടുക്കാം. എൻ്റെതിപ്പോൾ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. എന്തായാലും അത് വാട്ടർ പ്രൂഫാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താലും മതി. ആ മാസ്കിംഗ് ടേപ്പിൻ്റെ ഗ്ലൂ പോകുന്ന വരെ നമുക്ക് റീയൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു സ്റ്റിക്കർ പേപ്പറിൻ്റെ മേലെ വീണ്ടും ഇത് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിൻ്റെ ഗ്ലൂ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് കാണിച്ചു തരാം. എന്തായാലും എൻ്റെ ഒരു ഇത് പ്രകാരം ഒരു 5 ടൈംസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഗ്ലൂ ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നു തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.